ഹായ് എവരി വൺ, വെൽക്കം ടു മദീസ് ഡയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല വറുത്തരച്ചൊരു സാമ്പാറാണ്. അതും ഈസി ആയിട്ട് നമുക്ക് സാധാരണ വറുത്ത് അരച്ച് വയ്ക്കുന്ന സാമ്പാറിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ആയാലും ഇഡ്ഡലിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അത് അവോയ്ഡ് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വഴുതനങ്ങയും വെണ്ടക്കായും ഒന്ന് എണ്ണയിൽ കോക്കനട്ട് ഓയിലൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം, മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള നമ്മൾ എന്താണ് വെജിറ്റബിൾസ് എടുക്കുന്നത് വെച്ചാൽ അതിട്ട് കൊടുക്കാം. പിന്നെ അതിട്ടിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളിട്ട ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടികളുടെയൊക്കെ ഒരു റോ സ്മെല്ലൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് നമുക്ക് കായം പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി വളരെ കുറച്ച് ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ എന്നാലും ആ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി കായം പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുക്കാം, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്, വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും മത്തങ്ങയും വെള്ളരിക്കയും കൂടിയിട്ടുള്ള ആ ഒരു
കൂട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു ലൂസാക്കി എടുക്കാം. ഇപ്പോൾ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമുക്ക് പച്ചക്കറികളും മസാലയും പരിപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മുരിങ്ങക്കായ വെന്ത് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇതുവരെ സാമ്പാറിൽ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇട്ട് കൊടുത്ത വെജിറ്റബിൾസും എല്ലാതും നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളി വെള്ളത്തിലിട്ടത് അത് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സാമ്പാർ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ സാമ്പാർ റെഡിയാവേണ്ട. അവസാനം നമുക്ക് ഇതിലോട്ട് വറവ് ഇട്ട് കൊടുക്കാം. സാമ്പാറിലേക്ക് കടുകും വറ്റൽമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ താളിച്ചിട്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ വറുത്ത് വെക്കുന്ന സാമ്പാറിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.